الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും സദാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലനിലയ്ക്കുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ദുഃഖങ്ങളൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കും. ചിലതൊക്കെ എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് ഓർമ്മ വരാറുണ്ട്. നമ്മുടെ കുടുംബാതിഥികളുടെ പലരുടെയും മരണം, പലർക്കും പിടിപെട്ട പല രോഗങ്ങൾ, നമുക്ക് സംഭവിച്ച പല കഷ്ടങ്ങളും നഷ്ടങ്ങളും, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചത്, ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വല്ലാത്ത ദുഃഖം അതിന്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ എല്ലാം നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ വിയോഗം എന്നതൊരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് മാതൃകയായി, ഈ ലോകർക്ക് തിരുശ്രേഷ്ഠനായി, അഷ്റഫുൽ ഖൽഖായി, കാരുണ്യത്തിന്റെ തിരുദൂതനായി, ഈ ഉമ്മത്തിനെ ഏറെ സ്നേഹിച്ച, ഈ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തന്ന, ലോകത്തിന് മാതൃകയായി മുസ്ലിമായി ജീവിക്കാൻ കാരണമായി
നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് നിദാനമായി നമ്മളിലേക്ക് കടന്നു വന്ന അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നത് ഓരോ വിശ്വാസിയുടെയും മനസ്സുകളിൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ പ്രവാചകന്റെ സ്വഹാബത്ത്, അവർക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായിരുന്നു പ്രവാചകന്റെ വിയോഗം. ഉമ്മു ഐമൻ കരഞ്ഞതും, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരിയതും, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വിഷമിപ്പിച്ചതും വിതുമ്പിയതും, അതുപോലെ തന്നെ സഹാബ് ഒന്നടങ്കം കരഞ്ഞുപോയതുമായ ഒരു ദിവസമാണ് ഒരു റബീഉൽ അവ്വൽ 12 ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിട പറഞ്ഞ നിമിഷം എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഖുതുബയിലൂടെ പ്രവാചകന്റെ വഫാത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പുള്ള ഏതാനും നിമിഷങ്ങൾ, മണിക്കൂറുകൾ വിശ്വാസി ലോകത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു പോയ ധാരാളം സന്ദേശങ്ങളും ധാരാളം ഗുണപാഠങ്ങളെ കുറിച്ചുമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒരു കവി പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒരു ശാശ്വതത്വം കിട്ടുമായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനാകുമായിരുന്നു. ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കില്ലായിരുന്നുവെങ്കിൽ അത് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാകുമായിരുന്നു എന്നത് ഒരു കവി പറഞ്ഞു വെച്ചത് ഞാൻ ഓർത്തുപോവുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കും. പ്രവാചകൻ മരിച്ചുവെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുണ്ട് എന്ന ഓർമ്മ, എല്ലാവരെയും മരണം രുചിക്കുമെന്ന ഓർമ്മ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. പ്രവാചകരെ, അങ്ങ് മരിക്കും, തീർച്ചയായും അങ്ങ് മരിക്കും, അതുപോലെ തന്നെ അവരും മരിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറഞ്ഞാൽ അത് ഇദാ ഉസീബ അഹദുക്കും ബി മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത്, എന്തെങ്കിലും ഒരു ദുരന്തം ബാധിച്ചാൽ, മുസീബത്തി ബി, എന്റെ മരണത്തെക്കുറിച്ച് ഓർത്തു കൊള്ളുക. ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്, ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ വിഷമം, ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിടവാങ്ങലാണ്, മരണമാണ് എന്ന് പ്രവാചകൻ തന്നെ ഓർമ്മിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണം ഒരു മുസീബത്താണ് എന്ന് പറയാനുള്ള കാരണം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്ന ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്. വെറും കാട്ടാള കൂട്ടമായിരുന്ന ഒരു സമൂഹം, ജീവനോടുകൂടി പിഞ്ചു പൈതലുകളെ കുഴിച്ചു മൂടാൻ മടിയില്ലാത്ത, കള്ളിലും പെണ്ണിലുമൊക്കെ അഭിരമിച്ചിരുന്ന ഒരു സമൂഹം, യാതൊരു നിലക്കുമുള്ള സാംസ്കാരികമായ ഒരു മേഖലകളിലും ഉയർച്ചയില്ലാത്ത, നന്മയില്ലാത്ത, കറുത്തുപോയ ഹൃദയങ്ങളുടെ ഉടമകളായി ജീവിച്ചിരുന്ന ഒരു കാട്ടാള കൂട്ടം. ആ കൂട്ടത്തിനിടയ്ക്ക് പ്രവാചകൻ വന്ന് 23 വർഷം കൊണ്ട് ആ സമൂഹത്തെ സംസ്കരിച്ച് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ലോക ചരിത്രത്തിൽ മാതൃകയായ ഉത്തമമായ സമൂഹം എന്ന് സർട്ടിഫിക്കറ്റ് നൽകും വിധത്തിൽ ആ സമൂഹത്തിനെ മാറ്റിയ പ്രവാചകനെ ഈ ലോകത്തുനിന്ന് വിട പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വലിയ മുസീബത്താണ് എന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. സഹാബാക്കളുടെ ഇടയിൽ അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഏതെങ്കിലും വിഷയത്തിൽ ഒരു തർക്കമുണ്ടായാൽ, മദീനത്തെ പള്ളിയുടെ പ്രവാചകന്റെ ചാരത്തേക്ക്, പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ട താമസം, പ്രവാചകനോട് ആ ചോദ്യം ചോദിച്ചാൽ വഹീ കൊണ്ട് സംസാരിക്കുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള മറുപടികൾ നൽകും എന്നത് അവിടെ കൊണ്ട് നിലയ്ക്കുന്നു എന്ന് പറയുമ്പോൾ, ആകാശഭൂമികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി മുറിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു മുസീബത്താണ് എന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നൽകുന്ന വഹീ നിലച്ചു എന്നത് തീർച്ചയായും ഒരു മുസീബത്താണ് എന്ന് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ, ഈ കാലഘട്ടം വരെ നമ്മൾ പരിശോധിച്ചാൽ വലിയ വലിയ തർക്കങ്ങളും വലിയ വലിയ അകൽച്ചകളും അതുപോലെ തന്നെ ഭിന്നിപ്പുകളുമൊക്കെ ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി എന്നത് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ വിയോഗം തീർച്ചയായും അത് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ മുസീബത്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്റെ മരണം അത് നമ്മളെപ്പോലെ പെട്ടെന്നുള്ള ആകസ്മികമായ ഒരു മരണമായിരുന്നില്ല.
അതിന്റെ മുമ്പ് തന്നെ പ്രവാചക വഫാത്തിന്റെ ഒരു വർഷം കൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ പ്രവാചക വഫാത്തിന്റെ അടയാളങ്ങൾ ആ സമൂഹത്തിന് മനസ്സിലാക്കും വിധം അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകൻ മക്കം ഫതഹൊക്കെ കഴിഞ്ഞ് മക്കാ വിജയമൊക്കെ ഉണ്ടായി മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി യമനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. യമനിലേക്ക് പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആ സമൂഹത്തിലേക്ക് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, യാ മുആദ് ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ, നീ യമനിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഔ ലഅല്ലി ഔ തമുറു ബിമസ്ജിദി ഹാദാ ഔ ഖബരി ഹാദാ, ഒന്നെങ്കിൽ എന്നെ നിനക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു എന്ന് വരില്ല, നീ തിരിച്ചു വരുമ്പോൾ ഈ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ചാരത്തു കൂടിയായിരിക്കും നീ വരിക, അതല്ലെങ്കിൽ എന്റെ ഖബറിന്റെ സമീപത്ത് കൂടിയായിരിക്കും വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പ്രവാചകന്റെ വിയോഗം അടുത്തിരിക്കുന്നു എന്ന്. ഫബഖാ ലിഫറാഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവിടുന്ന് കരഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും സൂചനകൾ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഒരു തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യാറുണ്ടായിരുന്നുവെങ്കിൽ മഹാനായ പ്രവാചകന്റെ വഫാത്തിന്റെ തൊട്ടുമുമ്പത്തെ റമളാനിൽ 2 തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു എന്നത് നമുക്ക് പ്രവാചക വിയോഗത്തിന്റെ അടയാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജ്റ 10-ാം വർഷം റമളാനിൽ, അവസാനത്തെ റമളാനിൽ എല്ലാ വർഷവും അവസാനത്തെ 10 ദിവസം പള്ളിയിൽ പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെങ്കിൽ ആ റമളാനിൽ പ്രവാചകൻ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്നത് പ്രവാചക വിയോഗത്തിന്റെ അടയാളമായി സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവസാനത്തെ ആ റമളാനും കഴിഞ്ഞ് ദുൽഹിജ്ജ മാസമായപ്പോൾ ഹജ്ജ് കർമ്മത്തിനായി പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹജ്ജ്, ഒരു ഹജ്ജാണ് പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജ് കർമ്മത്തിനായി സഹാബത്തിനോടൊപ്പം ഒരുമിച്ച് കൂടി ആ ഹജ്ജിലെ വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വിദാ, അറഫയിലെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഇനി ലാ അദ്രി ലഅല്ലി അൽഖാകും ഹാദാ മൗഖിഫു ഹാദാ, ഇനി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല, ഇതുപോലെ ഒരു സ്ഥലത്ത് ഇനി ഞാൻ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന പ്രവാചകന്റെ വാക്ക് പ്രവാചക വിയോഗത്തിന്റെ അടയാളമായി നമുക്ക് കാണാൻ കഴിയും. ആ ഹജ്ജ് കർമ്മത്തിൽ ജംറത്തുൽ അഖബയുടെ സമീപത്തെത്തിയപ്പോൾ പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് പറയുന്നുണ്ട്, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ സശ്രദ്ധം ഞാൻ ചെയ്യുന്ന ഹജ്ജ് നിങ്ങൾ കണ്ടു പഠിക്കണം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിന്റെ അവസരത്തിൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇശ്ഹദ് വൽ യുബല്ലിഗ് അശ്ശാഹിദ് വൽ ഗായിബ്, ഇവിടെ ഹാജറില്ലാത്തവർക്ക് ഹാജറുള്ളവർ ഇസ്ലാമിന്റെ സന്ദേശം ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് പഠിച്ചതെങ്കിലും മറ്റുള്ളവരിലേക്ക് കൈമാറണമെന്ന സന്ദേശം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്രവാചക വിയോഗത്തിന്റെ അടയാളമായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട്, പൂർത്തീകരണത്തിന് ശേഷം, പൂർണ്ണതയിൽ എത്തിച്ചേർന്നതിന് ശേഷം അതിന്റെ ഇടയിൽ ഒരു വിടവ് വരാൻ പോകുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ പ്രവാചകന് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം അവതരിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്ത് 110-ാം അധ്യായം സൂറത്തുൻ നസ്ർ അവതരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ, കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യണമേ എന്ന ഖുർആനിന്റെ വചനം അവതരിപ്പിച്ചപ്പോൾ ഫഅറഫ അന്നഹുൽ വിദാ, പ്രവാചക വിയോഗത്തിന്റെ അടയാളമാണെന്ന് പ്രവാചകന് തന്നെ മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പ്രവാചകന്റെ വഫാത്ത് എന്നത് പെട്ടെന്നുണ്ടായ ഒരു മരണമായിരുന്നില്ല, ആകസ്മികമായ മരണമായിരുന്നില്ല. അതിന്റെ അടയാളങ്ങൾ പ്രവാചകന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഹിജ്റ 11-ാം വർഷം മുഹറവും കഴിഞ്ഞ് സഫർ മാസമാകുമ്പോൾ പ്രവാചകൻ ഷഹീദ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്ത ആ ഖബർസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അവരെ പോയി സന്ദർശിച്ച് അവിടെ സലാം പറഞ്ഞ്, അസ്സലാമു അലൈക്കുമുൽ മഖാബിർ യാ അഹ്ലൽ ദിയാരിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് അവരോട് പറഞ്ഞ് അവർക്ക് വേണ്ടി സലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു. വീണ്ടും ബഖീ ഉർഖദിലേക്ക് ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയുടെ മയ്യത്ത് മറമാടുന്നതിന് വേണ്ടി പ്രവാചകൻ പോവുകയാണ്.
പ്രവാചകന് പോയി ആ മയ്യത്തൊക്കെ മറമാടി അതിന്റെ സംസ്കരണ ചടങ്ങെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ പ്രവാചകന് ശക്തമായ തലവേദനയും പനിയും ബാധിക്കുകയാണ്. പ്രവാചക വഫാത്തിന്റെ മുമ്പുണ്ടായ അസുഖത്തിന്റെ തുടക്കമാണ് ആ സഫർ മാസം ഏകദേശം 28-29 തീയതികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെടുന്നത്. പ്രവാചകൻ അതിശക്തമായ തലവേദനയും പനിയും, ശക്തമായ ചൂട്, തലപ്പാവിന്റെ തോളിലേക്ക് ഇട്ടിരിക്കുന്ന തുണിയുടെ പുറത്തേക്ക് അടിക്കുമാറ് ശക്തമായ ചൂട് അനുഭവിച്ചു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ ആ വീട്ടിൽ താമസിക്കുകയാണ്. പ്രവാചക വഫാത്തിന് അഥവാ ആ റബീഉൽ അവ്വൽ 12-ന് ഏകദേശം ഒരാഴ്ച ബാക്കി നിൽക്കെ ഒരു അവസാന നിമിഷങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കഴിഞ്ഞുകൂടി. പ്രവാചകൻ ആഗ്രഹിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രവാചകൻ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഐന അന ഗദൻ, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്. ആ വാക്കിൽ നിന്ന് പ്രവാചകന്റെ പത്നിക്ക് മനസ്സിലായി ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹമാണ് പ്രവാചകൻ പ്രകടിപ്പിക്കുന്നത് എന്ന് ആ മൈമുന റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. പ്രവാചകന്റെ ആഗ്രഹപ്രകാരം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ട്, കാരണം പ്രവാചകന് നടക്കാൻ കഴിയുന്നില്ല, ശരീരം ആകെ പ്രയാസത്തിലാണ്, വല്ലാത്ത വേദനയിലാണ്. പ്രവാചകൻ ആ സ്വഹാബത്തിന്റെ തോളിൽ കൈയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കാല് തറയിലൂടെ ആ വരുന്ന വഴിയിൽ വര പോലെ പ്രവാചകന്റെ കാല് ഇഴഞ്ഞുകൊണ്ടാണ് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. ആയിഷ ഉമ്മ മുഅവ്വിദാത്തുകൾ ഓതി പ്രവാചകനെ എല്ലാ ശുശ്രൂഷകളും നൽകിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്നു. പ്രവാചക വഫാത്തിന് 5 ദിവസം ബാക്കി നിൽക്കെ ഒരു ബുധനാഴ്ച ദിവസം പ്രവാചകൻ അതിശക്തമായ പനി കഠിനമായി, പ്രവാചകന് ചൂട് കഠിനമായി, പ്രവാചകൻ ബോധരഹിതനായി. നിങ്ങളുടെ 2 പേർക്കുണ്ടാകുന്ന വേദന, ആ പനി ഞാൻ അനുഭവിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. സഹാബത്ത് എല്ലാവരും ആ വീട്ടിലേക്ക് വന്നു. സഹാബത്തിനോട് പറഞ്ഞു പ്രവാചകൻ മദീനയിലെ 7 കിണറുകൾ, വ്യത്യസ്തമായ 7 കിണറുകളിൽ പോയി വെള്ളം കൊണ്ടുവരാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. മിൻ സബ്ഇ കിറബിൻ. അങ്ങനെ സഹാബത്ത് തോൽസഞ്ചിയുമായി 7 കിണറുകളിലേക്ക് പോയി. അതിന്റെ വെള്ളം ശേഖരിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. പ്രവാചകൻ ഓരോന്നായി അത് കൂട്ടിക്കലർത്തി പ്രവാചകൻ ആ വെള്ളം തലയിലൂടെ താഴേക്ക് വാർന്നൊഴിച്ചു. പ്രവാചകന്റെ പനി അല്പാശ്വാസമുണ്ടായി. പ്രവാചകൻ അല്പം ഉന്മേഷം കിട്ടിയപ്പോൾ സഹാബത്തിനെ എല്ലാം വിളിച്ചുകൂട്ടി. ജനങ്ങളിലേക്ക് പ്രവാചകൻ, ആ സഹാബത്തിന്റെ മുന്നിലേക്ക് പ്രവാചകൻ ചെന്നു. എന്നിട്ട് പ്രവാചകൻ പ്രവാചകന്റെ വീട്ടിലേക്ക് സഹാബത്തിനെ വിളിച്ചുകൂട്ടി പള്ളിയുടെ മിമ്പറിലേക്ക് പ്രവാചകൻ കയറിയിരുന്നു. അവസാനത്തെ പ്രവാചകന്റെ മിമ്പറിലെ ഇരുത്തമായിരുന്നു അത്. പ്രവാചകൻ ഹംദു ചൊല്ലി, സ്വലാത്തു ചൊല്ലി, എന്നിട്ട് അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇലയ്യ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ. കാരണം ഹജ്ജത്തുൽ വിദാഇൽ പ്രസംഗിച്ചതുപോലെയുള്ള ആ ഒരു ശക്തിയും പവറും പ്രവാചകന്റെ ശബ്ദത്തിനില്ലായിരുന്നു. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കാരണം പ്രവാചകന്റെ ശരീരം ദുർബലമായി കൊണ്ടിരിക്കുകയായിരുന്നു. സഹാബത്തെ, നിങ്ങൾ അടുത്തേക്ക് വരൂ. പ്രവാചകന്റെ ശബ്ദം കേൾക്കാൻ സഹാബത്ത് സാഹൂദം കാത്തിരിക്കുകയായിരുന്നു. സഹാബത്ത് അടുത്തേക്കിരുന്നു. പ്രവാചകൻ അവരോട് 5ഓളം കാര്യങ്ങൾ ഉപദേശിച്ചു. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, നസാറാക്കളെയും യഹൂദികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താണ് കാരണം? അവർ അവരുടെ ഖബർ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധിക്കപ്പെടുന്ന ഇടമാക്കി എന്നതാണ് അതിന്റെ കാരണം. പ്രവാചകന്റെ അവസാനത്തെ ബലപ്പെട്ട ഉപദേശങ്ങളിൽ വളരെ പ്രധാനമായിരുന്നു, വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല, വിശ്വാസത്തിന് അതിൻ്റെതായ പവിത്രതയും പവറുമുണ്ട് എന്ന സന്ദേശമാണ് പ്രവാചകൻ നൽകിയത്. മറ്റു സമൂഹത്തെ ശപിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ അമ്പിയാക്കന്മാർ അല്ലാഹു അല്ലാത്തവരിലേക്ക് അവരുടെ ആരാധനകൾ പോയി, അവരുടെ പ്രാർത്ഥനകൾ പോയി, അവരുടെ നേർച്ചകൾ പോയി, അവരുടെ വഴിപാടുകൾ പോയി. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതില്ല എന്ന സന്ദേശമാണ്. അതുപോലെ കെട്ടിപ്പൊക്കിയ ഖബറിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, എന്റെ ഖബറിനെ അല്ലാഹുവേ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ, ആരാധിക്കപ്പെടുന്ന ഇടമാക്കരുതേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥന. ഖബറുകളെ കെട്ടിപ്പൊക്കി അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുന്നവർ, അവിടെ ചന്ദനക്കുട നേർച്ച നടത്തുന്നവർ, അവിടെ നിലവിളക്ക് സ്ഥാപിക്കുന്നവർ, അതിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്നവർ ഇസ്ലാമിൽ വളരെ വലിയ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നൽകുന്നത്. ലാ തഖ്തഖിദു ഖബരി, ഖബറുകളെ ആരാധിക്കപ്പെടുന്ന ഇടമാക്കരുതേ എന്ന് പ്രവാചകൻ സഹാബത്തിനോടായി പ്രഖ്യാപിച്ചു. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ സമ്പത്ത് ഹാദാ മാലി, എന്റെ സമ്പത്ത് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയും സമ്പത്ത്
ഒരു നാണയം പോലും, ഒരു തുട്ട് നാണയം പോലും, ഒരു ഇഞ്ച് സ്ഥലം പോലും അനർഹമായി എടുക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് പ്രവാചകൻ നൽകുന്നത്. അപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 3 ദിർഹം തരാനുണ്ട്. പ്രവാചകൻ അതറിയാം. ഫദ്ലുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അത് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. ആ സഹാബിക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, പ്രവാചകൻ 1 രൂപ പോലും കടമുണ്ടായി, എന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് പോകരുത് എന്ന ആഗ്രഹമായിരുന്നു ആ സഹാബത്ത്. പ്രവാചകൻ വീണ്ടും തുടർന്നു, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ, ഹാദാ ദുഹരി, എന്റെ മുതുകിത, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം, അതിനുള്ള അവസരമാണിത്. പ്രവാചകൻ ഒരു പച്ചക്കരനുള്ള ജീവിയോട് പോലും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നതാണ് ചരിത്രം. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഞാനിവിടെ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ നാവ് കൊണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വഹാദാ ഇർദി, എന്റെ അഭിമാനം ഇവിടെ നിങ്ങൾക്ക് പിച്ചി ചീന്താം, നിങ്ങൾക്ക് പകരം വീട്ടാം, ശതംതു ലഹു ഇർദ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട് സഹാബത്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. പ്രവാചകൻ ദുഹർ നമസ്കരിച്ചു. വീണ്ടും പ്രവാചകൻ മിമ്പറിലേക്ക് കയറുകയാണ്. പ്രവാചകന്റെ ഉപദേശം തുടർന്നു. അൻസാറുകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കയിൽ നിന്ന് ആ പ്രയാസങ്ങൾ അനുഭവിച്ച് മുഹാജിറുകളായി മദീനയിലേക്ക് ചെന്നപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിച്ചവരാണ് അൻസാരികളായ ആളുകൾ. അവരെ നിങ്ങൾ സ്വീകരിക്കണേ. അവർ നിങ്ങളുടെ നേതാക്കളായാൽ അവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നിങ്ങൾ പോകരുത്. അവരോട് നിങ്ങൾ ഐക്യപ്പെടണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹാജിറുകൾ കൂടുകയും അതുപോലെ അൻസാറുകൾ കുറയുകയും ചെയ്യുകയാണ് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമക്ക് 2 അനുവാദം അള്ളാഹു നൽകി. ഒന്ന്, അള്ളാഹു ദുനിയാവാണ്, സഹറത്തു ദുനിയ, ദുനിയാവിന്റെ സുഖലോലിപതയാണ്, ദുനിയാവിലുള്ള ജീവിതമാണ്. 2, അത് പരലോകമാണ്, പരലോകത്തുള്ള അനുഭവമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ അടുത്ത സുഖലോലിപത തെരഞ്ഞെടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീനത്തെ പള്ളിയിൽ ഇത് കേട്ടപ്പോൾ ആ നമസ്കാരത്തിന് ശേഷം, മുഹറിന് ശേഷം ഇരുന്ന ആ മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ കരയുകയാണ്. ആ വൃദ്ധനായ മനുഷ്യന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. ആ മനുഷ്യൻ കരയുന്നുണ്ട്. സഹാബത്തിന് അത്ഭുതം തോന്നി. എന്താണ് ആ വൃദ്ധനായ ശൈഖിനെ കരയിപ്പിച്ചത്? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, വമാ യുബക്കീക ഹാദ ശൈഖ്, ഈ വൃദ്ധനായ മനുഷ്യനെ, ഈ അബൂബക്കറിനെ കരയിപ്പിച്ചത് എന്താണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായി. കാരണം നമ്മളുടെ നേതാവ് ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയാണ്. 2 പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന, സെലക്ട് ചെയ്യാൻ കൊടുക്കുന്ന 2 അവസരമാണ്. ഒന്നെങ്കിൽ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചെല്ലാൻ, അള്ളാഹുവിന്റെ അടുത്ത സുഖലോലിം എന്ന സ്വർഗീയ ജീവിതത്തിനുള്ള അവസരം അള്ളാഹു നൽകും എന്നതായിരുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ തെരഞ്ഞെടുക്കുക? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗത്തിന്റെ അടയാളമാണ്, അവസാന നിമിഷങ്ങളിലേക്കുള്ള ആ സൂചനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ തെരഞ്ഞത്. കാരണം അവരുടെ കൂട്ടത്തിൽ അറിവ് കൊണ്ടും തഖ്വ കൊണ്ടുമെല്ലാം ഉന്നതനായ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ പ്രിയപ്പെട്ട സാഹിബാണ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. റസൂലുള്ളാഹി പലപ്പോഴും പറയാറുണ്ട്, സഹവാസത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടിന്റെയും കാര്യത്തിൽ എന്റെ അബൂബക്കർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചക വഫാത്തിന്റെ 4 ദിവസം മുമ്പ്, അഥവാ വ്യാഴാഴ്ച ദിവസം, തിങ്കളാഴ്ചയാണ് പ്രവാചകൻ മരിക്കുന്നതെങ്കിൽ വ്യാഴാഴ്ച ദിവസം പ്രവാചകന് വേദന കഠിനമായി. സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടി, എന്റെ റസൂലിന് എന്തു പറ്റി എന്ന് ചോദിച്ച് സഹാബാക്കളെല്ലാം ആ വീട്ടിലുണ്ടവർ വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല. പ്രവാചകൻ വീണ്ടും ഉപദേശിച്ചു, നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണേ, അതാണ് പ്രമാണം. ആ പ്രമാണത്തെ നിങ്ങൾ കൈവിടരുത്. നാട്ടാചാരങ്ങളുടെ കൂടെയല്ല നിങ്ങൾ പോകേണ്ടത്. അതുപോലെ തന്നെ നാട്ടിലെ ബഹുഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, ജീവിതത്തിൽ എന്ത് അഭിപ്രായ ഭിന്നതകൾ വന്നാലും, എന്തു വന്നാലും ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത മാർഗരേഖ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, അതാണ് ത്വായിഫത്തുൽ മൻസൂറ, അതാണ് ഫിർഖത്തുൻ നാജിയ, രക്ഷയുടെ മാർഗം, രക്ഷയുടെ കപ്പൽ അതാണ് എന്ന് പ്രവാചകൻ ഈ ലോകത്തോട് പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ടായിരുന്നു, നമസ്കാരം അത് നിങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്സാരവൽക്കരണം ഉണ്ടാകരുത്. നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു പോരണേ എന്ന് പ്രവാചകൻ പറഞ്ഞു. മഗ്‌രിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പ്രവാചകൻ സഹാബത്തിനോടൊപ്പം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അത്രയും അവശമായി ബോധരഹിതനായി വീഴുന്ന പ്രവാചകൻ സഹാബത്തിനൊപ്പം പള്ളിയിലെ നമസ്കാരത്തിന് കൊടുത്ത പ്രാധാന്യവും അതിന് കൊടുത്ത മഹത്വവും മനസ്സിലാക്കാൻ കഴിയും. മഗ്‌രിബിന് പോയി പ്രവാചകൻ ഇമാമത്ത് നമസ്കരിച്ചു. വൽ മുർസലാത്ത്
എന്ന സൂറത്ത് പ്രവാചകൻ ഓതിക്കൊണ്ട് ആ നമസ്കാരം നിർവഹിച്ചു. പരലോകത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആ സൂറത്തിന്റെ ആയത്തുകളിലൂടെ ആ സൂറത്ത് ആ നമസ്കാരം പ്രവാചകൻ പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും പ്രവാചകൻ വീട്ടിലേക്ക് വന്നു. പ്രവാചകന് രോഗം കൂടി. വീണ്ടും ഇശാഇന്റെ ബാങ്ക് കൊടുത്തു. പ്രവാചകൻ വുളുവിന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളമെടുത്തേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ വുളു ചെയ്തു. ബോധരഹിതനായി നിലത്തേക്ക് വീണു. വീണ്ടും പ്രവാചകൻ എണീച്ചു. നമസ്കാരം കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ല. വീണ്ടും സഹാബത്ത് കാത്തിരിക്കുകയാണ്. പ്രവാചകൻ വുളു ചെയ്തു. ചെയ്യാനായി ശ്രമിക്കുമ്പോൾ വീണ്ടും ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ 3 തവണ പ്രവാചകന് ബോധം നഷ്ടപ്പെട്ടു എന്ന് ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തെ കുറിച്ച് സഹോദരങ്ങളെ കാണാൻ കഴിയും. അവസാനം ഒട്ടും പോകാൻ കഴിയില്ല എന്ന സാഹചര്യം എത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാം നിൽക്കാൻ പറഞ്ഞു. പ്രവാചക വഫാത്ത് വരെയുള്ള 17 വഖത്ത് അതിനുശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യമായി ആ സ്വഹാബത്തിന് ഇമാമത്തായി കൊണ്ട് നമസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രവാചക വഫാത്തിന് 3 ദിവസം ബാക്കി നിൽക്കെ വെള്ളിയാഴ്ച ദിവസം ജാബിർ റളിയല്ലാഹു പറയാണ്, മരണത്തിന്റെ 3 ദിവസം മുമ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളിൽ ആരും തന്നെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകാതെ മരിക്കരുതേ എന്ന ഉപദേശമാണ് പ്രവാചകൻ പറഞ്ഞത്. ഹുസ്നുൽ ദന്ന് നിങ്ങൾക്കുണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും റബ്ബിന്റെ കാവൽ നമുക്കുണ്ടാകുമെന്ന സൽവിചാരമാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടുന്നതോടൊപ്പം റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് ഉള്ളതിനേക്കാൾ മുകളിലാണ് റബ്ബിന്റെ റഹ്മത്ത് എന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലാ യമൂതു അഹദുൻ ഇല്ലാ ബിഹുസ്നുൽ ദന്ന്, നല്ല വിചാരം റബ്ബിനെ കുറിച്ചുണ്ടാകണം എന്ന സന്ദേശം പ്രവാചകൻ നൽകി. പ്രവാചക വഫാത്തിന്റെ 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം പ്രവാചകന് കുറച്ച് ആശ്വാസം തോന്നി. അബൂബക്കർ റളിയല്ലാഹു അൻഹു സുബൈക്ക് പള്ളിയിൽ നമസ്കരിക്കാനായി വന്നു. അവർ കാത്തുനിന്ന് പ്രവാചകന് അതിന് സാധിക്കുന്നില്ല അങ്ങോട്ട് പോകാൻ. പ്രവാചകൻ വിരിപ്പ് മാറ്റി സന്തോഷത്തോടു കൂടി ഒരു നോട്ടം നോക്കുന്നുണ്ട്. വരിവരിയായി നിൽക്കുന്ന സഹാബത്തിനെ കണ്ട് പ്രവാചകൻ സന്തോഷിച്ചു. എന്തൊരവസ്ഥയിൽ നിന്നാണ് ഇത്രയും ഉന്നതമായ ഒരു സമൂഹമാക്കി ആ സമൂഹത്തെ മാറ്റി എന്നതിന്റെ സന്തോഷമായിരുന്നു അത്. പ്രവാചക വഫാത്തിന്റെ 1 ദിവസം മുമ്പ്, അഥവാ ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ ഞായറാഴ്ച ദിവസം സഹാബത്തൊക്കെ വീട്ടിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-7 ദിർഹം ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അടിമകളെയൊക്കെ മോചിപ്പിച്ചു. പ്രവാചകന്റെ ആയുധങ്ങളൊക്കെ വിതരണം ചെയ്തു. അന്ന് രാത്രിയിൽ അവിടെ സഹാബത്ത് ഒരുമിച്ച് കൂടി. ഇരുട്ടായിരുന്നു. പ്രവാചകന്റെ പ്രകാശമല്ലാതെ മറ്റൊരു പ്രകാശവും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ആ അരണ്ടരാവിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണ പോലും ആ വീട്ടിലില്ല എന്നതാണ് ചരിത്രം പറയുന്നത്. എണ്ണയ്ക്കായി അയൽവാസിയിലെ വീട്ടിലേക്ക് വിളക്ക് കൊടുത്തു വിടുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ലോകത്തിന്റെ നേതാവായ പ്രവാചകന്റെ വീട്ടിന്റെ അവസ്ഥയാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. പ്രവാചകന്റെ പടയെങ്കി അയൽവാസിയുടെ വീട്ടിലേക്ക് കടം കൊടുത്തിട്ടാണ് 30 സാഉ ബാർലിക്ക് വേണ്ടി കടം കൊടുത്തു എന്നത്. ആ നിമിഷത്തിൽ അവിടെ കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ നേതാവ്, അവിടുത്തെ രാജാവ്, സഹാബത്തെല്ലാം ഒരുപാട് അനുയായികളുള്ള നേതാവ്, ലോകത്തിന്റെ മാതൃകാ പുരുഷൻ അത്രയേറെ പ്രയാസത്തിലും പട്ടിണിയിലും പരിവട്ടത്തുമാണ് ജീവിച്ചതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മുടെ ജീവിതം എന്താണെന്ന്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ വില എത്രയാണ്? നമ്മളുടെ വീടിന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന മതിൽ എത്ര രൂപ ചെലവാക്കിയാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്? എല്ലാ രൂപത്തിലും ആഡംബരങ്ങളും ആസ്വാദനങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവർ അതെല്ലാം ഉണ്ടപ്പോൾ ലോകത്തിന്റെ നേതാവ് എത്രമാത്രം പ്രയാസത്തിലാണ് ജീവിതം കഴിച്ചു പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ വഫാത്തിന്റെ നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിങ്കളാഴ്ച പ്രവാചക നമസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തു. ആ നേതൃത്വം കൊടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ച് അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ പത്നിമാർ, അവരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ ഖർബ അബാ, എന്റെ ഉപ്പയ്ക്ക് എന്തൊരു വേദനയാണ്. അവസാന നിമിഷം പ്രവാചകന്റെ വഫാത്തിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വല്ലാത്ത വേദനകൾ അനുഭവിക്കുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. വാ ഖർബ അബാ, എന്റെ ഉപ്പയ്ക്ക് എന്തൊരു വേദനയാണ് എന്ന് പ്രവാചകന്റെ വേദന കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. വഖാല ലഹാ, പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലൈസ അലാ അബീകും ബഅദൽ യൗം, അല്ലയോ മകളെ, ഇന്നിന് ശേഷം എനിക്ക് വേദനയില്ല. ഇന്നേ എനിക്ക് വേദനയുള്ളൂ. ഇതിന് ശേഷം അല്ലാഹുവിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്.
എനിക്ക് വേദനയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആയിഷ, ആ ഖൈബർ ദിവസം ആ ജൂതപ്പെണ്ണ് തന്ന വിഷമുണ്ടല്ലോ, ബിശ്ർ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണ് മരിച്ച ആ ദിവസം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ തൊണ്ടയിലേക്ക് എത്തിയ എന്റെ ആ ഭക്ഷണത്തിന്റെ ആ വിഷത്തിന്റെ വേദന ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എന്റെ നരമ്പുകൾ മുറിയുമാറ്, എന്റെ കുടലുകളെ ഇളക്കി മറിക്കുമാറ് അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഒരു തുണിയിലിട്ടുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ തടവി ചൂടിനൽപ്പ് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ എന്തോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സഹാബത്ത് മഹതിയായ ആയിഷ ബീബി പ്രവാചകന്റെ അടുത്തേക്ക് കാത് കൂർപ്പിച്ച് നോക്കി. പ്രവാചകൻ പറയുന്നത് ലഅനത്തുല്ലാഹി യഹൂദ വന്നസ്വാറ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മളൊക്കെ വിശ്വാസികളാണ്. അതിന് ആ ഭാഗ്യം കിട്ടിയവരാണ്. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു അവന്റെ ആദർശം സ്വീകരിക്കാൻ, പ്രവാചകന്റെ അനുയായികളാകാൻ, മുസ്ലിം നാമം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ, അതുപോലെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം ലഭിച്ച വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമർ. അതിനെന്ത് വേണം? ഈ തുല്യതയില്ലാത്ത മതം, അതിന്റെ വിശ്വാസവും അതിന്റെ ആദർശവും അതുപോലെ തന്നെ അതിന്റെ സാംസ്കാരിക സാമ്പത്തിക മേഖലകളെല്ലാം കിടയറ്റ മതമായ ഈ മതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഒരു നിലക്കുമുള്ള അപാകത വരാതെ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അത്തരമുള്ള ഒരു വിശ്വാസിക്ക് മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ പേറാൻ കഴിയില്ല. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പേർ ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അതേതാഘോഷമാണെങ്കിലും, ഓണാഘോഷമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും സഹോദരങ്ങൾ അതിന് ആശംസകൾ കൈമാറുന്നവരുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഒരു സൗഹാർദ്ദമല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ തന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കം വരുന്ന രൂപത്തിൽ മറ്റാഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കുക എന്നത് നമ്മൾ ആലോചിക്കണം. പ്രവാചകന്റെ വഫാത്തിന്റെ നിമിഷം പോലും പറഞ്ഞത് മറ്റുള്ള മതത്തിന്റെ സംസ്കാരങ്ങൾ പേർ ജീവിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ഈ ലോകത്തിന്റെ മുന്നിൽ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റ് മതസമൂഹങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ജീവിതത്തിൽ പേറി ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയും അവന്റെ ഐഡന്റിറ്റിയും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ വനിതയുടെ അഗാധഗർത്തങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മാർഗം അല്ലാഹു തൃപ്തിപ്പെട്ട അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സ്വാലിഹീങ്ങൾ, ആ മാർഗമാണ് ഒരു വിശ്വാസിയുടെ മാർഗം എന്നത് നമ്മൾ മനസ്സിലാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമൂഹവുമായി ചേർന്നാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. അവരുടെ ആഘോഷങ്ങൾ പേറിയാൽ അവനിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ രണ്ടാഘോഷങ്ങളുണ്ട്. അത് മതപരമായ രണ്ടാഘോഷങ്ങളാണ്. അല്ലാത്ത ഒരു മതപരമായ ആഘോഷവും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം പാടില്ല. മറ്റ് സൗഹാർദ്ദങ്ങൾ എല്ലാവരുമായിട്ടുണ്ട്, മറ്റ് സ്നേഹങ്ങൾ എല്ലാവരുമായിട്ടുണ്ട്. പക്ഷെ വിശ്വാസങ്ങൾ കൈമാറിയിട്ടുള്ള ഒരു സ്നേഹം അതില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ മക്കയിലൂടെ പോകുമ്പോൾ വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവാചകരെ ഇതിൽ വിശ്വസിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ കാണുമ്പോൾ അങ്ങേ കൈയൊന്ന് ഉയർത്തി ഒന്ന് അഭിവാദ്യം ചെയ്താൽ മതി, എന്നിട്ട് താങ്കൾ പോയിക്കോ എന്ന് പറഞ്ഞു. പ്രവാചകൻ അതിന് തയ്യാറായോ? ഇല്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുന്നില്ല. അവരവർക്ക് അവരവരുടെ മതം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം തിരിച്ചറിയണം. നമ്മുടേതല്ലാത്ത മറ്റ് ആദർശങ്ങളോടും ആഘോഷങ്ങളോടും സാദൃശ്യപ്പെട്ടാൽ നമ്മളിൽ പെട്ടവനല്ല എന്ന പ്രവാചകന്റെ വാക്ക് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ആ ഉപദേശം അവസാന നിമിഷവും അവിടെ നിന്ന് പ്രകടമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മരണസമയം അടുത്തു. പ്രവാചകൻ മരണത്തിന്റെ ലക്ഷ്യങ്ങൾ കാണിച്ചു തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ മടിയിലേക്ക് ചേർന്ന് കടന്നുകൊണ്ട് എന്റെ വീട്ടിലാണ് എന്റെ വീട്ടിലാണ് എന്റെ പ്രവാചകൻ വഫാത്തായത് എന്നത് എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൽ കൈയിട്ട് പ്രവാചകന്റെ ശരീരത്തിൽ തടകുന്നുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്റാത്ത്, പ്രവാചകന്റെ അവസാന വാക്കാണ്. ഈ ലോകത്തിന്റെ ആകാശത്തിന്റെ കണ്ണിമുറിയുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്റാത്ത്. ആയിഷ, മരണത്തിന് വേദനയുണ്ട്,
ജനത്തിന് വല്ലാതെ വേദനയുണ്ട് എന്ന് പറഞ്ഞു. ഇലാ റഫീഖുൽ അഅ്ലാ, ആകാശങ്ങളിലേക്ക്, ആകാശത്തിന്റെ വിഹായസിലേക്ക് പ്രവാചകൻ കൈ ഉയർത്തി. പ്രവാചകൻ എന്തോ മന്ത്രിക്കുന്നുണ്ട്. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച അല്ലാഹുമ്മ ഗ്ഫിർലി. ജീവിതത്തിൽ ഒരു പാവം പോലും ചെയ്യാത്ത, ഒരു പാവം, ഒരു തെറ്റുകഥകൾ പോലും ഇല്ലാത്ത പ്രവാചകൻ അവസാന നിമിഷവും അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി, എന്റെ പാപങ്ങൾ അല്ലാഹുവേ നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നത് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ എത്രമാത്രം റബ്ബിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചോദിക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സുകളോട് ചോദിക്കൂ. വർഹംനി വൽഹിഖ്നി ബിറഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദുഃഖഭാരത്താൽ മദീന ആകെ ഇരുണ്ടുപോയി എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മദീനയാകെ ദുഃഖഭാരത്താൽ ഇരുണ്ടുപോയ ഒരു ദിവസം, അല്ലെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം, ആകാശഭൂമികൾ തമ്മിൽ ബന്ധിപ്പിച്ച ആ ബന്ധി മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. മദീന ആകെ ഇരുണ്ടുപോയി. സഹാബത്ത് പറയുന്നത് മദീന ആകെ ഏറ്റവും സന്തോഷിച്ച ദിവസം ഉണ്ടായിരുന്നു. അത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ദിവസമാണ്. എന്നാൽ മദീന ഏറ്റവും കൂടുതൽ ഇരുണ്ടുപോയ ദിവസം അത് മദീനയിലേക്ക് നിന്ന് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ റബീഉൽ അവ്വൽ 12 എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം പോലും നഷ്ടപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സുന്നിലുള്ള വീട്ടിൽ നിന്ന് പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് പ്രവാചകന്റെ നെറ്റിയിൽ ചുണ്ടമർത്തി ചുംബിച്ച് പ്രവാചകൻ കണ്ണുനീരൊലിപ്പിച്ച് മിമ്പറിലേക്ക് കയറി പ്രസംഗം നടത്തി ആളുകളെ ശാന്തരാക്കുന്ന നിമിഷങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസം, അതാണ് റബീഉൽ അവ്വൽ 12. ആ ഒരു മാസത്തിൽ നമ്മൾ ഉള്ളപ്പോൾ സഹോദരങ്ങളെ, വളരെ വലിയ വിരോധാഭാസമാണ്. നമ്മുടെ നാട്ടിൽ ആ പ്രവാചകന്റെ വഫാത്ത് ദിനം ആഘോഷിക്കുന്ന അവസ്ഥ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസം ആഘോഷിക്കുന്നവർ, ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസം ആഘോഷിക്കുന്നവർ, ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസം, ദുഃഖഭാരത്താൽ വിഷമിച്ച ദിവസം ആഘോഷമാക്കുന്നവർ, ബാല്യമേളവും കൊടിതോരണങ്ങളും ഒക്കെയായി ആഘോഷങ്ങൾ ഉണ്ടാക്കി, കേക്ക് മുറിച്ച് മുണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയും ഇസ്ലാമില്ലാത്ത പുത്തൻ ആചാരങ്ങൾ, ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൈമാറിയ ദീനിൽ നമ്മുടെ കൈവക കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വൽ ആണെന്നും അതുപോലെ മറ്റു മാസങ്ങളിലാണെന്നും മറ്റ് ഡേറ്റിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത വിഷയമാണ് റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നത് യാതൊരു സംശയവുമില്ലാത്ത വിഷയമാണ്. ആ ദിവസം ആഘോഷം കൊണ്ടാടുന്നവർ ഗൗരവത്തിൽ ചിന്തിക്കുക, അത്തരം ആളുകൾക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുക. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആഘോഷങ്ങളിലല്ല, മറിച്ച് പ്രവാചകന്റെ ജീവിതമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റുക, അത് ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, റസൂലിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുകയും പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം വിശ്വാസികളിൽ പ്രവാചകനോട് ഹുബ്ബുള്ളവരായി മാറാൻ നമ്മൾ ശ്രമിക്കണം. ഇഷ്കെ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഘോഷങ്ങൾ, ഇഷ്കെ എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ കാമുകന്മാരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഹുബ്ബുർ റസൂൽ എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഹുബ്ബാണ് നമുക്ക് വേണ്ടത്, സ്നേഹമാണ്. അത് പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അതിൽ നിന്ന് കടന്നുപോയിട്ടുള്ള ഇത്തരം അതിരുകടന്ന പ്രവർത്തനങ്ങൾ അത് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ആ ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. അത്തരം മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് പിരിവ് കായംകുളം കുറ്റുകുളങ്ങരയുള്ള KNM സൽഫി മസ്ജിദിന്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയൊരു പള്ളിയാണ്. അവിടെ ആളുകളൊക്കെ കൂടുകയും അതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ചുകൂടി അവരൊരു 9 സെന്റ് സ്ഥലം കൂടി വാങ്ങുകയും പള്ളി വിപുലീകരിക്കുകയും ചെയ്യുകയാണ്.
അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിരിവാണ് ഇന്നത്തെ ബക്കറ്റ് പിരിവ്. എല്ലാവരും ഉദാരമായി റബ്ബിന്റെ മസ്ജിദിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ മദ്രസ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ വെക്കേഷൻ ക്ലാസ് വ്യാഴാഴ്ച വരെ തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളും രക്ഷകർത്താക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ബുക്ക് സ്റ്റാൾ സന്ദർശിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ലേറ്റ് ഖുർആൻ ക്ലാസിന്റെ കാര്യം ആവർത്തിച്ചത് കേൾക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മരണം വരെ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ശിഫാഅ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണത്തിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലസ്തീന്റെ മണ്ണിൽ വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹു എല്ലാവിധ സ്ഥൈര്യവും എല്ലാവിധ ശിഫാവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗഫിൽ നിന്നുള്ള മോചനം അമ്നെ അല്ലാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.